DGP അഡ്വക്കേറ്റ് അസഫ് അലി അഡ്വക്കേറ്റ് അമർ അഭിലാഷ്, ശ്രീ വി വസീഫ്, ഡോക്ടർ ഷമാ മുഹമ്മദ്, ഷാബു പ്രസാദ് എന്നിവർ ഈ ചർച്ചയിൽ BJP അവരുടെ ഔദ്യോഗിക പ്രതിനിധികളെ അയക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. ഞാൻ ആദ്യം ശ്രീ വസീഫിലേക്ക് തന്നെ പോകുന്നു. ശ്രീ വസീഫ്, ഈ ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ തന്നെ ഇത് അഴിമതി സ്ഥാപനവൽക്കരിക്കാനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിൽ പങ്കുപറ്റിയ പാപത്തിൽ പങ്കുചേരാനില്ല എന്ന കൃത്യമായ ആർജവത്തോടെ നിലപാടെടുത്ത ഏക പാർട്ടി ഒരുപക്ഷെ രാജ്യത്ത് CPM മാത്രമാകും. മാത്രമല്ല കോടതിയിലേക്ക് CPM പോവുകയും ചെയ്തു. അനുകൂല വിധി ഇന്നുണ്ടാകുന്നു. അത് എന്താണ് അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നിട്ട് ഏറ്റവും ശ്രദ്ധേയമായ ഭരണഘടന വളരെ ഭംഗിയായി ഉയർത്തിപ്പിടിച്ച ഒരു വിധിയാണ്. 100 നാൾ ഒരുപക്ഷെ പരമാവധി 100 ദിവസങ്ങൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയുന്ന ഭാഗങ്ങൾ വളരെ ഭംഗിയായി, വളരെ കൃത്യമായി, വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നെങ്കിലും വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഈ വിധി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതണം ശ്രീ വസീഫ്? ഇവിടെ അശ്വിൻ, നമ്മൾ കാണേണ്ടത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഭരണം നടത്തുന്നു, അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു. അവർക്ക് അനുകൂലമായി ഭരണം നടത്തുന്നു, അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നു. അവരിൽ നിന്ന് പറ്റുന്ന ആനുകൂല്യത്തിന്റെ കണക്ക് പുറത്ത് ജനങ്ങൾ അറിയരുത് എന്നുള്ളതാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു ഉദ്ദേശം. അതാണ് ഇന്ന് കോടതിയിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ CPMന്റെ വാദം കൊണ്ട് CPM കൊടുത്ത ഹർജിക്കനുസരിച്ച് വിധി വന്നിട്ടുള്ളത്. നമ്മളിവിടെ കണ്ടത് കഴിഞ്ഞ ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ 4.3 ലക്ഷം കോടി രൂപയാണ് ടാക്സ് ഇളവ് കൊടുത്തത് കോർപ്പറേറ്റുകൾക്ക് എന്നുള്ളൊരു കണക്കുണ്ട്, പത്രങ്ങളിലൊക്കെ വരുന്ന കണക്കാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം പങ്കജ് ചൗധരി യൂണിയൻ ഫിനാൻസ് സഹമന്ത്രി പറഞ്ഞ കണക്കുണ്ട്. അതിൽ ഓരോ വർഷവും 1 ലക്ഷത്തിലധികം കോടി ഈ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് രാജ്യത്തെ ഡയറക്റ്റ് സബ്സിഡികളിലൊക്കെ വലിയ കുറവ് വരുത്തുക. ഡയറക്റ്റ് സബ്സിഡികളിൽ കുറവ് വരുത്തി കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരന് നികുതി ഇളവില്ല, എന്നാൽ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുണ്ട്. ഇൻകം ടാക്സിലെ വരുമാനം അധികവും കോർപ്പറേറ്റ് ടാക്സിലെ വരുമാനം കുറയുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാഴ്ച നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? നേരത്തെ കോൺഗ്രസ് തുടങ്ങി വെച്ച കോർപ്പറേറ്റ് പ്രീണന നയവും ഈ നവലിബറൽ നയവും ഒക്കെ ഞങ്ങൾ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അത് അതിവേഗതയിൽ BJP നടപ്പിലാക്കുക. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. ഇപ്പൊ രാജ്യത്ത് വലിയ കർഷക സമരം നടക്കുക. ആ കർഷക സമരത്തിന് കാരണമായത് എന്തൊക്കെയാ? സാധാരണ കർഷകർക്ക് ഇളവ് കൊടുക്കാത്തതാ. അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് കൊടുക്കും. MS സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരം അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് അനുവദിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ആ റിപ്പോർട്ട് നടപ്പിലാക്കും, അതിന് നിയമപരമായ പരിരക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കർഷകരുടെ ഈ പ്രതിസന്ധിയെ അവർ മുഖവിലക്കെടുക്കുന്നില്ല. രാജ്യത്ത് കഴിഞ്ഞ ഈ BJP ഭരണകാലയളവിൽ 1 ലക്ഷത്തോളം കർഷകർ മരണമടഞ്ഞു, ആത്മഹത്യ ചെയ്തു എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ വിവരങ്ങളിൽ നിന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാ രാജ്യത്തെ സാഹചര്യം. ഇവിടെ സാധാരണക്കാരന് ആനുകൂല്യമില്ല, സാധാരണക്കാരന് സബ്സിഡി ഇല്ല. ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് പറഞ്ഞതാ കേന്ദ്ര ഗവൺമെന്റ്, എന്നാൽ ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടിലേക്കില്ല. വളത്തിന് സബ്സിഡി ഇല്ല, ഒന്നിനും സബ്സിഡി ഇല്ല. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന, അവന് പ്രതീക്ഷ നൽകേണ്ട ഗവൺമെന്റ് അവന് സബ്സിഡി കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. എന്നാൽ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ഓരോ വർഷവും 1 ലക്ഷം കോടി രൂപയുടെ ഇളവ് കൊടുക്കുന്നു എന്ന് കേന്ദ്ര മന്ത്രി തന്നെ പാർലമെന്റിനകത്ത് പറയുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളതാ യാഥാർത്ഥ്യം. ആ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി കയ്യിൽ വെച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കാൻ ഇവർ ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നു. ഇപ്പോ ശ്രീ വസീഫ് കരുതുന്നുണ്ടോ BJPക്ക് അല്ലെങ്കിൽ DMK അടക്കം പ്രാദേശിക പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് തടയപ്പെടുന്നതോട് അവരുടെ പണം മുട്ടി എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല വസീഫ്. അവരതിന് അപ്പുറത്തോടെ വേറെ വഴി കാണും. ഞാൻ കാണുന്നതിലെ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ വ്യക്തികൾ എത്ര കോടി രൂപ BJPക്ക്, കോൺഗ്രസിന്, മറ്റു പാർട്ടികൾ കൊടുത്തു എന്നൊരു കണക്ക് കൃത്യം വരാൻ പോകുന്നു. ഏതൊക്കെ വ്യവസായ സ്ഥാപനങ്ങൾ എത്ര കോടി കൊടുത്തു, അതിനെന്തെങ്കിലും കിക്ക് ബാക്ക് അവർ കിട്ടിയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും എന്താണ് ഒരു നയംമാറ്റം എന്ന രൂപത്തിലടക്കം വലിയ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ പൊട്ടി വീണ പോലെ പല നയംമാറ്റങ്ങൾ കണ്ടത് പോയ വർഷങ്ങൾ ഖനന മേഖലയിലടക്കം. ശ്രീ വസീഫ്, ആ ഒരു പോസിറ്റീവിനപ്പുറം കാര്യമായ എന്തെങ്കിലും ഇലക്ഷൻ മേഖലയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കരുതണോ? അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ. കാരണം BJP അല്ലേ രാജ്യം ഭരിക്കുന്നത്. എല്ലാ അന്വേഷണ ഏജൻസികളെയും തങ്ങൾക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് വളരെ കൃത്യമായി അവർ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുക.
അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷേ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന ഈ അഴിമതി പണം അതിന് നിയമസാധുതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതിനൊരു തിരിച്ചടി ഉണ്ടായി. അവിടെ ഈ പറയുന്ന പോലെ സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ അവർക്ക് ആരൊക്കെ പണം കൊടുത്തു എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ വോട്ടർക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത് നിങ്ങൾ പറഞ്ഞത് ശരി, ആ തരത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ കോർപ്പറേറ്റുകളുമായി ഇവർ നടത്തുന്ന ഈ ചങ്ങാത്തമുണ്ടല്ലോ, ആ ചങ്ങാത്തത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സാധ്യത കൂടി, ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. സംബന്ധിച്ചിടത്തോളം ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അവർ കണ്ടെത്തും. ശരി, ഞാൻ